മുസ്ലിമീങ്ങളായ നമ്മുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കണം. മൃഗങ്ങളോട് കാരുണ്യം കാണിക്കണം. നായയെ പോലും കല്ലെറിയാൻ പാടില്ല. ആരാ നമ്മളോട് നായക്ക് കല്ലെറിയാൻ പറഞ്ഞതാരാ? അത് നജസാണ് എന്നല്ലേ ഇസ്ലാം പറഞ്ഞത്? അതല്ലാതെ അതിനെ കല്ലെറിയണമെന്ന് പറഞ്ഞു തന്നിട്ടില്ല. മദീനയിൽ നിന്ന് മക്കയിലേക്ക് 10,000-കണക്കിന് പട്ടാളക്കാര് കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് വഴിയിൽ ഒരു നായ അതിന്റെ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നത് കാണാനിടയായി. അത് കണ്ടപ്പോ ഒരു സ്വഹാബിയെ നബി തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വഴിമാറി സഞ്ചരിക്കണം, നീ ഇവിടെ കാവൽ നിൽക്കണം. ഈ നായക്കുട്ടികൾ പാല് കുടിച്ച് കഴിയുന്നത് വരെ ഇതുവഴിയിൽ ആരും കടന്നു വരാൻ പാടില്ല. കാരണം ഒച്ചപ്പാടും ശബ്ദങ്ങളും കോലാഹലങ്ങളും ഒട്ടകത്തിന്റെ കുതിരപ്പടയാളികളുടെ ആ കാൽച്ചുവട്ടിൽ നിന്ന് കുളമ്പിൽ നിന്ന് വരുന്ന ഒച്ചപ്പാടുകളെല്ലാം പാല് കുടിക്കുന്ന നായക്കുട്ടികൾക്ക് പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാല് കുടിക്കാതെ ഓടിപ്പോകാൻ സാധ്യതയുണ്ടല്ലോ, അത് അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുമല്ലോ. അതുകൊണ്ട് പാല് കുടിച്ച് കഴിയുന്നത് വരെ നീ ഇവിടെ കാവൽ നിൽക്കണം, ഒരാൾ പോലും കല്ലെറിയാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സ്വഹാബാക്കളെ വഴി തിരിച്ചുവിട്ടു പാല് കുടിക്കുന്ന നായക്കുട്ടികൾക്ക് വേണ്ടി. ആരേ? പരിശുദ്ധ റസൂലുള്ളാഹ്. ആ ഹബീബിന്റെ ഉമ്മത്താണ് നമ്മള്. അതുകൊണ്ട് മൃഗങ്ങളോട്, പ്രാണികളോട്, ജന്തുക്കളോട്, പറവകളോട്, നാൽക്കാലികളോട്, മനുഷ്യരോട് കാരുണ്യം കാണിക്കേണ്ടവരാണ് നമ്മള്. ഭക്ഷണം നൽകിയാലും സ്വർഗം, വെള്ളം നൽകിയാലും സ്വർഗം,